ദൈവമക്കളെ മനസ്സിലാക്കണം. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ക്ലിപ്പായി. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർക്ക് അത് വെളിപ്പെടുത്തി. മർക്കോസിൻ്റെ മാളയമുറിയിൽ ആത്മനിറവോടുകൂടെ അവർ ജീവിച്ച അന്ന് മുതൽ ഇത് വെളിപ്പെടുത്തി. പുതിയ ആകാശം പുതിയ ഭൂമിയെക്കുറിച്ച് അത് വെളിപ്പെടുത്തി. സ്വർഗരാജ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തി. നിത്യതയെക്കുറിച്ച് വെളിപ്പെടുത്തി. പഴയ നിയമ പ്രവചന പുസ്തകങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് വെളിപ്പാടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ വ്യക്തമായ വെളിപ്പാട്, വ്യക്തമായ സ്വർഗവും നരകവും ഒക്കെ വെളിപ്പെടുത്തി തരുന്നത് പുതിയ നിയമത്തിലാണ്. ഇതെന്താ മനസ്സിലാക്കാത്തത്? പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, കുറേയൊക്കെ അവിടെ ഭാഗികമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ പറഞ്ഞല്ലോ, യാക്കോബ് കണ്ട ഗോവേണി അത് സ്വർഗരാജ്യത്തിൻ്റെ ഒരു വെളിപ്പാടാണ് എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. സ്വർഗരാജ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ചൊരു ഏക വെളിപ്പാട് പഴയ നിയമത്തിൽ അതാ ഉള്ളത്. സ്വർഗരാജ്യം, ഗോവേണി, സ്വർഗത്തോളം എത്തുന്ന ഗോവേണി. സ്വർഗത്ത് പോകാനുള്ള വഴിയും സ്വർഗത്ത് പോകാനുള്ള റൂട്ട് മാപ്പൊന്നും പഴയ നിയമത്തിൽ ഇല്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും അത് സമർത്ഥിച്ചാൽ നിങ്ങൾ ഫോഷ്കിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുക. അതുകൊണ്ട് അതിലേക്കൊന്നും പോകല്ലേ. സ്വർഗരാജ്യത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ ആദ്യം വെളിപ്പെടുത്തിയ ആരാ? യോഹന്നാൻ സ്നാപകന. അത് കഴിഞ്ഞ് സ്വർഗരാജ്യത്തെക്കുറിച്ച് ആദ്യം വെളിപ്പെടുത്തിയ ആരാ? കർത്താവായ യേശു ക്രിസ്തു. അത് കഴിഞ്ഞ് സ്വർഗരാജ്യത്തെക്കുറിച്ച് പിന്നെ വെളിപ്പെടുത്തിയത് ആരാ? അപ്പോസ്തലന്മാർ. മറന്നു പോലും കേട്ടോ, നാളത്തെ ആഴ്ച ഞാൻ ചോദിക്കും. ഈ 3 കാര്യം ഞാൻ അടുത്ത ആഴ്ച ചോദിക്കും വരുമ്പോൾ. എഴുതിയിട്ട് പഠിച്ചോണം. മനസ്സിലാക്കിയോ? യോഹന്നാൻ സ്നാപകനും കർത്താവും അപ്പോസ്തലന്മാരും സ്വർഗരാജ്യത്തെക്കുറിച്ച് ശക്തമായി വെളിപ്പെടുത്തി. ഇത് പഠിക്കാൻ കഴിയാത്ത ആരുടെ കുഴപ്പം? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തിരുവചനം വായിച്ചു പഠിച്ച് ഇപ്പം നിങ്ങൾ ചോദിക്കും, ഞാൻ ഒരിക്കലും ഒരു അറിവുമില്ല. കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് കൃപയാലാണ് ഈ ദൈവവചനം പ്രസംഗിക്കുന്നത്. അറിവുകൾ കൊണ്ടുള്ള അമ്മാനമാടലല്ല പ്രസംഗം. എൻ്റെ വചനത്തിൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ദൈവവചനം സംസാരിക്കുമ്പോൾ പാപികൾ രക്ഷിക്കപ്പെടുന്നു, രോഗികൾ സൗഖ്യം, ഭൂതങ്ങൾ വിട്ടു എന്ന് നടക്കും. വരും ദിവസങ്ങളിൽ അതൊക്കെ നടക്കും. തീർച്ചയായിട്ടും ഞാനത് വിശ്വസിക്കുന്നു. വചനം പ്രസംഗിക്കുമ്പോൾ വചനം അയച്ച് രോഗികളെ സൗഖ്യമാക്കും. അത് നടന്നിട്ടുണ്ട് പലപ്പോഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവത്തിലുള്ളത് ആരായുന്നു. ദൈവത്തിൽ നിന്ന് മനുഷ്യന് കിട്ടുന്നതൊക്കെയും പരിശുദ്ധാത്മാവ് ആരാഞ്ഞെടുത്ത് പഠിപ്പിക്കുന്നു. അത് അപ്പോസ്തലന്മാരോട് എഴുതിയിരിക്കുന്നത്. നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നുവെന്ന് പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. പഴയ നിയമത്തിൽ അങ്ങനെ കാത്തിരിക്കണമെന്ന് പറയുന്നൊരു വചനമുണ്ടോ? പുതിയ നിയമത്തിലാണുള്ളത്. പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ നിയമത്തിലെ വ്യക്തികൾക്കാണ് തരുന്നത്. അപ്പോൾ തന്നെ പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ആദാമ്യ സന്തതി മുതൽ എല്ലാവർക്കും അത് കർത്താവ് കൊടുക്കുന്നുണ്ട്. പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർക്ക് പ്രവേശനം യേശുക്രിസ്തുവിൻ്റെ മരണവും അടക്കും ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ് ലഭിക്കുന്നത്. യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ടവൻ്റെ ആത്മാവ് പാതാളത്തിൽ പോയി മരിച്ച ആത്മാക്കളെയും കൊണ്ട് എന്ത് ചെയ്തു? സ്വർഗീയ പരദീസയിൽ വിശ്രാമ സ്ഥലത്ത് കൊണ്ടുവന്നാക്കി. യേശുക്രിസ്തുവാണ്. അതാണ് യേശുക്രിസ്തു മരിച്ചവരോട് സുവിശേഷം പ്രസംഗിക്കുന്നത്. എന്താ മരിച്ചവരോട് സുവിശേഷം പ്രസംഗിച്ചത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഇനി നിങ്ങൾ ഇവിടെ കിടക്കണ്ട, നിങ്ങൾക്ക് റിലീസായി. അതാ മരിച്ചവരോട് സുവിശേഷം. നമ്മൾ പറയുന്ന സുവിശേഷമല്ല. തെക്കും വടക്കും അറിഞ്ഞൂടാണ്ട് ചുമ്മാ പോയി വല്ലയിടത്തും വല്ലതുമൊക്കെ വിളിച്ചു പറഞ്ഞാലൊന്നും കാര്യം നടക്കില്ല. ഞാൻ എൻ്റെ അറിവ് വെച്ചു എനിക്ക് എൻ്റെ സ്വന്തം അറിവിൽ പറയുന്നതല്ല. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും ആത്മാവിലുമൊക്കെ പഠിച്ചെടുത്ത സനാതന സത്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ചില തെറ്റുകുറ്റങ്ങളൊക്കെ അവിടെയൊക്കെ വന്നെന്ന് വരാം. അതെൻ്റെ പറച്ചിലിലോ എൻ്റെ അറിവുകളിൽ നിന്ന് ചിലപ്പോൾ തെറ്റിപ്പോകുന്നതായിരിക്കാം. അങ്ങനെ തെറ്റാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. ഹല്ലേലൂയ. മനുഷ്യൻ്റെ അറിവുകൾ പരിമിതമാണ്.
പരിമിതമായ അറിവുകളിൽ നിന്നാണ് ഇത് പ്രസംഗിക്കുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, അല്ലല്ലേ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നുള്ളത് എബ്രായ ലേഖനം 11:40 വായിച്ചാട്ട്. വെളിപ്പാട് 21:4-5 വായിച്ചാട്ട്. എബ്രായ ലേഖനം 11:40, വെളിപ്പാട് 21:4-5 വായിച്ചേ. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു. അവർ നമ്മക്കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന്. പഴയ നിയമ വിശുദ്ധന്മാർ നമ്മക്കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കുന്നില്ല. നമ്മളും അവരും ഒരുമിച്ചാണ് സ്വർഗരാജ്യത്ത് ചെല്ലുന്നത്. അവൻ നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതി. എന്താണ് ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയത്? യേശുക്രിസ്തുവിന്റെ മണവാട്ടി പദം അലങ്കരിക്കുന്നത് പുതിയ നിയമസഭയാ. കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരായി വരുന്നത് പഴയ നിയമസഭയിലെ വിശ്വാസികളാ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതൂന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. പുസ്തകം വായിച്ച് പഠിക്കണം സഹോദര, കണ്ണാടി മേടിച്ച് വായിച്ചിട്ട്. ചുമ്മാ പുസ്തകം വായിക്കാതെ ചുമ്മാ വായി നോക്കിയിരിക്കരുത്. വായിച്ച് പഠിക്കണം പുസ്തകം. ഒരു ദിവസം 10 അധ്യായം വായിക്കണം നിങ്ങൾ. ഒരു കളിയും നടക്കത്തില്ല. വചനം ഉള്ളിൽ കയറണം. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. നോക്കി, അപ്പൊ എങ്ങനെയാ? മണവാളൻ്റെ അടുത്ത് ആരിരിക്കും? അത് പഴയ വിശുദ്ധന്മാർക്കില്ലെന്നാണ് പഠിപ്പിക്കുന്നത്. കർത്താവിനോട് കൂടെ അവൻ നമുക്ക് ഏറ്റവും നല്ലതൊന്നും മുൻകരുതിയിരുന്നു. ഈ കള്ളപ്രവാചകന്മാരും ദുർപ്രേക്ഷക്കാരും പറയും BMW കാറാണ്, വീടാണ്, വിസയാണ്, അമേരിക്കൻ വിസയാണ്, ഗ്രീൻ കാർഡാണെന്നൊക്കെ ഈ ദുർപ്രേക്ഷകന്മാർ ദ്രവ്യാഗ്രഹികൾ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അതിനെല്ലാം പൊളിച്ചു കളഞ്ഞുകൊണ്ട് സ്വർഗീയമായ അവസ്ഥകളാണതെന്ന് ദൈവവചനത്തിലൂടെ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുക. അവൻ നമുക്ക് ഏറ്റവും നല്ലതൊന്നും മുൻകരുതി. യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി പദം അലങ്കരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഈ ഫ്രാൻസിസ് സഹോദരനും നമ്മളെല്ലാവരും. മനസ്സിലായോ? കുറഞ്ഞ പുള്ളികളല്ല നമ്മൾ. പിന്നെ വേദോസം പഠിച്ച് വരുമ്പോൾ ആരാണ് നമ്മൾ? 21:4-5 കൂടി വായിച്ചേ. വെളിപ്പാട് 21:4-5. ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. 21:4-5 ശ്രദ്ധിക്കണേ. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീർ തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാകില്ല. ഞാൻ അതിൻ്റെ ഒന്നോട്ടങ്ങ് വായിക്കാം. 21-ൻ്റെ ഒന്നോട്ട് ഞാനങ്ങ് വായിക്കാം. ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രമിനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഞാനൊരു മഹാശബ്ദം പറയുന്നതായി കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം. ഏദൻ പൂങ്കാവനത്തിൽ മനുഷ്യരോടുകൂടി വസിച്ചിരുന്ന ദൈവം ഇതാ രണ്ടാമത് മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം. പുതിയ ആകാശം പുതിയ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യനോടുകൂടി വസിപ്പാൻ ഇറങ്ങി വരുന്നൊരവസരമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. അവൻ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്നരുളി ചെയ്യുന്നു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ
വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി വയ്ക്കണം. പുതിയ ആകാശം പുതിയ ഭൂമിയിലെ നമ്മുടെ അവകാശമാണത്. അതിനു മുൻപ് നമുക്കൊരു 1000 ആണ്ട് വാഴ്ചയുണ്ടെന്ന് പുസ്തകം പഠിപ്പിക്കുന്നു. അതുകൂടി ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുക. ആ വെളിപ്പാട് 1-ന്റെ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപങ്ങളെ പോക്കി 6-ാം വാക്യം, നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവാം ദൈവത്തിന് നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തവന്. നമ്മെ ആരാക്കി മാറ്റുന്നു? രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി മാറ്റും. ആ രാജ്യവും പുരോഹിതനും ഉള്ളത്, ആ രാജ്യം എന്നുള്ള ഭാഷാന്തരം തെറ്റാണ്. രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർക്കുന്നു. എപ്പോൾ? 1000 ആണ്ട് വാഴ്ച. റെവല്യൂഷൻ 5-ന്റെ 9, 10-ലും ആ വാക്യം കാണുന്നു. ഞാനത് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ ഏർക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചു. രാജ്യം എന്നാണ് കിടക്കുന്നത്. അത് വേദപണ്ഡിതന്മാർ ആ പദപ്രയോഗം തെറ്റാണ്. അങ്ങനെ കുറേ തെറ്റായ വാക്യങ്ങളും ആശയങ്ങളൊക്കെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. അത് ഈ എഴുത്തിൽ വന്ന പശകളാണ്. രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. 1000 ആണ്ട് വാഴ്ചയിൽ പുതിയ നിയമസഭ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. കോടതിയിൽ പോയി തമ്മിത്തല്ലി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ കോടതി കേസ് തീർപ്പാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ഒരു മനുഷ്യന് നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? തിരിച്ചു കേട്ടോ. വേണമെങ്കിൽ അതെടുത്ത് വായിച്ച് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം. അങ്ങനെയാ പഠിച്ച് പോകുന്നത്. നിങ്ങളൊരുത്തരും മറ്റൊരുത്തരോട് കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ ഇല്ലാതെ അഭക്തന്മാരുടെ മുമ്പാകെ വ്യവഹാരത്തിന് പോകാൻ തുനിയുന്നു പോകും. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളിൽ എത്രയധികം! എന്നാൽ ഐഹിക കാര്യങ്ങളെക്കുറിച്ച് ഉപകാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവർ ഇരുത്തുന്നുവോ? കോടതിയിൽ പോകുന്ന പെന്തക്കോസുകാരെ, ശുശ്രൂഷകന്മാരെ നിങ്ങളോടാ പൗലോസ് ചോദിക്കുന്നേ. അല്ലേ? മനസ്സിലായോ? ദൂതന്മാരെ വിധിക്കാനുള്ളവരാണ്. ഈ ഭൂമിയെ വിധിക്കാനുള്ളവരാണ്. ചവിട്ടിപ്പിടിച്ച് പൊട്ടിയ വള്ളവും പകുതിപ്പങ്കായവും കീറിപ്പറഞ്ഞ വലയുമായിട്ട് മീൻ പിടിച്ച് നടന്ന പത്രോസും കൂട്ടരും യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ ചോദിച്ചു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു. എന്താ സകലവും വിട്ടത്? ഈ പൊട്ടിപ്പളഞ്ഞ പടകും ഈ മുറിപ്പങ്കായും ഈ പകുതി വലയും കീറിപ്പറഞ്ഞ വലയും. നല്ലൊരു ശതമാനം മീൻ അല്ലെങ്കിൽ കൂടി അങ്ങ് പോകും. പലരുടെയും പൊക്കുമ്പോൾ കഥ അതൊക്കെ തന്നെ അല്ലേ? കഷ്ടപ്പാടും ദുരിതമാണ്. വളരെ ദുഃഖവും വളരെ പ്രയാസവും വളരെ ബുദ്ധിമുട്ടും വളരെ കഷ്ടം നിറഞ്ഞതുമാണ് മത്സ്യബന്ധനം. എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് അവരെക്കുറിച്ച് അറിയാം. ചേർത്തല 3 വർഷം കിടന്ന് ഞാൻ അവരെ പഠിച്ചു. ഓരോരുത്തരെയും പഠിച്ചു. പൊന്തിലുള്ള വേലയെന്ന് പറഞ്ഞാൽ ജീവൻ പണയം വെച്ചുള്ളത്. അതേ പറ്റില്ലെങ്കിൽ ഇല്ലെന്ന് പറയട്ടെ. കടലിൽ പോകുന്നത് ബോട്ടിൽ പോകുന്നത് ജീവൻ പണയം വെച്ചുള്ള വേലയാ. അതാ വന്ന് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഭവിച്ചു, ഞങ്ങൾക്ക് എന്തോ കിട്ടും. അപ്പോൾ എന്തോ പറഞ്ഞു കർത്താവ്? ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ഇസ്രായേൽ ഗോത്രം 12-നെയും ഞാൻ ന്യായം വിധിക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുന്ന ജഡ്ജിമാരായി തീരും. ഈ ചാള പിടിച്ചേർന്ന് വരും. അതുകൊണ്ടാണ് പറയണത്, ഒരുങ്ങിക്കോ. അഭിഷേകം പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി വേലയ്ക്ക് ഒരുങ്ങിക്കോ. രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി മാറ്റാൻ പോവാ കർത്താവ് നമ്മളെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി കിടക്കില്ലേ സഹോദരങ്ങളെ എന്ന് പറയുന്നതിൻ്റെ കാര്യമതാ. സ്വർഗീയമായ കാര്യങ്ങൾ ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുക ദൈവം. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി. അതിവിദൂര ഭാവിയിൽ ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെല്ലാം, സ്വർഗീയമായ അനുഗ്രഹങ്ങളെല്ലാം അപ്പോസ്തലന്മാർ ആത്മാവിൽ വെളിപ്പെടുത്തി. അറേബ്യൻ മരുഭൂമിയിൽ നിന്ന് വെളിപ്പാടിനാൽ പൗലോസ് പ്രാപിച്ചു എന്ന് ഗലാത്യലേഖനം 1:11-12 നമ്മൾ വായിച്ചു. അപ്പോസ്തലനായ പൗലോസും കർത്താവിൻ്റെ ശിഷ്യന്മാരും വെളിപ്പാടിനാൽ പ്രാപിച്ച ഉപദേശങ്ങൾ ഇവിടെ എഴുതി വച്ചിരിക്കുമ്പോൾ അത് ഈ ലോകത്തിൻ്റെ ചപ്പിൻ്റെയും ചവറാണെന്ന് ഈ ഊതി വീഴ്ത്തുന്നവർ ഉന്തി വീഴ്ത്തുന്നവർ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. നിങ്ങൾ ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് നിങ്ങൾ യോഗ്യരായി ഭവിക്കും. ജനത്തെ എന്ത് ചെയ്യുക? തെറ്റിച്ച് കളയുക.
വചനത്തെ കോട്ടിക്കളയുക, വചനത്തെ കൂട്ടിച്ചേർക്കുക, വചനത്തെ ദുർബലപ്പെടുത്തുക, വചനത്തെ കോട്ടിക്കളയുക. വചനത്തെ ദുർബലപ്പെടുത്തിയാൽ, കോട്ടിക്കളഞ്ഞാൽ പിന്നെ എന്ത് ഗുണം? അത് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, എന്ത് ഗുണം? അത് ഒരു വള്ളി പോലും തിരുത്താതെ ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതാ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കൽപ്പന, പഠനമൊക്കെ അതാ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഇന്നത്തെ മഹാന്മാർ ഇതൊന്ന് മനസ്സിലാക്കണം. നീയൊക്കെ വേദോസ് കൊടുത്തുകൊണ്ട് പ്രസംഗിച്ച് കാശുണ്ടാക്കി നിൻ്റെ തന്നിഷ്ടപ്രകാരം ജീവിച്ചാലുണ്ടല്ലോ, സ്വർഗീയ കോടതിയുടെ റിമാൻഡ് നിങ്ങളുടെ മേൽ വരും. FIR ഇട്ട് നിങ്ങളെ പിശാചിനും എൻ്റെ ദൂതന്മാർക്കും നൽകിയിരിക്കുന്ന തീപ്പൊയ്കൽ കൊണ്ട് തള്ളിക്കളയും. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നോ മര്യാദയ്ക്ക്. ഈ കേൾക്കുന്നവർ, നിങ്ങൾ ദുരുപദേശം പറയുന്ന ഏതെങ്കിലും ഉപദേശം കേൾക്കുക, അവരോട് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഇതവർ പാർട്ടി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിന് ദൂതനായിട്ട് നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കും. ഞാൻ മുൻ പറഞ്ഞല്ലോ, പിന്നെയും പറയുന്നു, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇന്നത്തെ ശുശ്രൂഷാ വൃന്ദങ്ങളിൽ നല്ലൊരു ശതമാനം ശപിക്കപ്പെട്ടവരെന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയില്ലേ? കഴിയും. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരേ, നിങ്ങൾ മടങ്ങി വരിക. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് സ്വർഗീയമായ അനുഗ്രഹങ്ങളാണ്, സ്വർഗത്തിലെ കാര്യങ്ങളാണ്. തന്റെ പിതാവ് തൻ്റെ പുത്രന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മഹത്തരമായ അനുഭവം. യേശുക്രിസ്തുവിലൂടെ മനുഷ്യനെ വീണ്ടെടുത്ത് ഈ സ്വർഗീയമായ അനുഗ്രഹത്തിൻ്റെ കലവറകൾ പ്രാപിക്കുവാൻ ദൈവം പദ്ധതി വച്ചിരിക്കുമ്പോൾ, സാത്താൻ ആ പദ്ധതികളെ ദുർഉപദേഷ്ടകന്മാരിലൂടെ, കള്ളപ്രവാചകന്മാരിലൂടെ അട്ടിമറി നടത്തിക്കൊണ്ടിരിക്കുക എന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ യൂത്ത് പ്രാസംഗികന്മാരിൽ നല്ലൊരു ശതമാനവും പ്രായമുള്ളവരുമുണ്ട് ഇതിൻ്റെ കൂടെ കിടന്ന് തുള്ളാൻ. ദൈവരാജ്യം, സ്വർഗരാജ്യം കഴിഞ്ഞിട്ടൊരു പ്രസംഗം ഞങ്ങൾക്കില്ല. ഓർത്തുകൊള്ളണം. ഞാൻ പെട്ടെന്ന് വരട്ടെ. 11-ാം വാക്യം വായിച്ചാട്ടെ. അല്ല, 10-ാം വാക്യം. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആടങ്ങളെയും ആരായിരുന്നു. മനുഷ്യനുള്ളത് അവൻ്റെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ ആരറിയും. അവണ്ണം ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പം മനുഷ്യനിലുള്ളത്, മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ, ഈ ഭൂമിയിലെ കണ്ടുപിടുത്തങ്ങൾ പലരും ചെയ്യുന്നത് മനുഷ്യരാണ്. അത് മാനുഷിക ബുദ്ധിയിലാണ് ആ കണ്ടുപിടുത്തം. എന്നാൽ ദൈവത്തിലുള്ളത് ദൈവാത്മാവുള്ളവന് മനസ്സിലാക്കാൻ കഴിയും. അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കും. ആ വെളിപ്പെടുത്തലുകൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമായിരിക്കണം. ഒരു സഹോദരി സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് അവരോട് പറഞ്ഞോ സ്നാനപ്പെടുത്താൻ കുഴപ്പമില്ല. എന്നാൽ ഞാൻ അതിന് പറയുന്ന മറുപടി, ദൈവവചനത്തിൽ അതിന് ഉപദേശമുണ്ടോ? അതിന് വ്യവസ്ഥയുണ്ടോ? എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വാക്യങ്ങളിൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി. ഇവിടെ എവിടെയെങ്കിലും സ്ത്രീകളുടെ സംഘം ഉണ്ടോ? എനിക്ക് വിരോധമൊന്നുമില്ല, ചെയ്യുന്നവർ ചെയ്തോട്ടെ. ഞാനീ വചനം പറയുക. ദൈവമാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങളുടെ ലിസ്റ്റാണ് എഫേസ്യ ലേഖനം 4-ന്റെ 11 മുതൽ 16 വരെ. വലിയ പഠനമാണത്. എഫേസ്യർ 4-ന്റെ 11 മുതൽ 16 വരെയുള്ള ഒരു വലിയ പഠനമാണ്. ഈ ദിവസങ്ങൾ തുടർമാനമായിട്ട് ഞാനത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? മനസ്സിലാക്കാൻ കഴിയാത്തവർ നന്നായിട്ട് മനസ്സിലാക്കട്ടെ എന്ന് കരുതി തന്നെയാണ് ആത്മനിയോഗത്താൽ പ്രസംഗിക്കുന്നത്. ദൈവം ആക്കി വെച്ച എന്തിനാ ദൈവം ആക്കി വെച്ചത്? അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലർ സുവിശേഷകന്മാരായി, ചിലർ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ആ നിയമിച്ചത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ ഇളവും ഒരുപോലെ പ്രാപിക്കണം. ദൈവമാക്കി വെച്ച ശുശ്രൂഷാവൃന്ദങ്ങളുടെ ഉപദേശം കേട്ട് മേൽപ്പറഞ്ഞ വിശ്വാസത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവ് ഒരുപോലെ നമ്മൾ പ്രാപിക്കണം. പ്രായത്തിൻ്റെ അളവ് ഒരുവോളം പ്രാപിക്കുള്ള വിശുദ്ധന്മാരുടെ യഥാസ്ഥാന ശുശ്രൂഷ വേലയ്ക്കാണ് അവരാക്കി വെച്ചിരിക്കുന്നത്.
ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ വർധനവിനാണ് അവരാക്കി വെച്ചിരിക്കുന്നത്. എഫെസ്യ ലേഖനം 4:11 മുതൽ 16 വരെ അണ്ടർലൈൻ ചെയ്ത് ഒരു 100 പ്രാവശ്യം വായിച്ച് പഠിച്ച് ദൈവസഭയിലാക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാർ നിങ്ങളുടെ സഭയിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇല്ലെങ്കിൽ അവർ മനുഷ്യരാക്കി വെച്ചവരാ. അവർക്ക് മനസ്സിൽ തോന്നുന്നു പറയുന്നെങ്കിൽ അവർ മനുഷ്യരാക്കി വെച്ചിരിക്കുന്നതാ. ഇന്ന് സാത്താനാക്കി വെച്ചതും മനുഷ്യരാക്കി വെച്ചതും സ്വയമാക്കി വെച്ചവരും ദൈവമാക്കി വെച്ചവരുമുണ്ട്. അത് ദൈവവചനത്തിലൂടെ ശോധന ചെയ്തറിയുക. ദൈവമാക്കി വെച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കും. മനസ്സിലായോ? ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാവുന്നു, ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഇതെന്നും വഞ്ചനയുടെ ആത്മാവ് ഇതെന്നും ഇതിനാൽ അറിയാം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാത്തവരെല്ലാം വഞ്ചനയുടെ ആത്മാവിൽ പെടുമെന്ന് സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നു. ഞാനല്ല. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട 2 പേരിൽ ആരാ? യോശുവും കാലേബും. കാലേബിനെ കുറിച്ച് പറയുന്നത് എന്താ? കാലേബ് അവൻ വേറൊരു സ്വഭാവമുള്ളത്. എന്നാൽ ഇംഗ്ലീഷ് KJV ട്രാൻസ്ലേഷൻ വേറൊരു സ്വഭാവമുള്ളതെന്നുള്ളത് വേറൊരു ആത്മാവ് എന്നാണ്. മനസ്സിലായോ? പഴയ നിയമത്തിലും ആത്മാവിൻ്റെ നടത്തിപ്പ് ദൈവം അവർക്ക് കൊടുത്തിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ സമ്പൂർണ്ണമായി പുതിയ നിയമ വിശ്വാസിയെ നടത്തുവാൻ ദൈവത്തിൻ്റെ നിയോഗം, ആത്മാ നടത്തിപ്പ് അതുണ്ടെന്നേ. ഉപദേശം ഉണ്ടെന്നേ. ആ ഉപദേശം കിടപ്പുണ്ടെന്ന് അത് വായിച്ച് പഠിച്ച് അനുസരിക്കണം. നമ്മൾ അനുസരിക്കാതെ നമ്മൾ തെറ്റിപ്പോയാൽ ദൈവം അതിന് ഉത്തരവാദിയല്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ടാൽ ദൈവം നമ്മളെ തള്ളിക്കളയും. പിന്നെ സാത്താൻ എടുത്തുകൊണ്ടാണ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പലരും ചെയ്തുകൊണ്ടിരിക്കുക. സാത്താൻ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വേദനയോടെ, കണ്ണുനീരോടെ, ഭയത്തോടെ പറയട്ടെ, അപ്പോസ്തലന്മാർ എന്ത് ഉപദേശം തന്നാലും അത് കണ്ണടച്ച് അങ്ങനെ തന്നെ വിശ്വസിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ ശിക്ഷാവിധിയിലാക്കും. പുതിയ നിയമസഭയ്ക്ക് ഉപദേശം തന്നവർ അപ്പോസ്തലന്മാരാണെന്നുള്ള തെളിവാണ്, വചനത്തിലെ തെളിവാണത്. പ്രവൃത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം അതിന് സാക്ഷ്യം തരുന്നു. പുതിയ സിമല ശുശ്രൂഷകന്മാരാക്കി വെച്ചുവെന്ന് എഫേസ്യ ലേഖനം 4:11 മുതൽ 16 വരെ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കോണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുള്ള ശിശുക്കളായിരിക്കാതെ. കഴിഞ്ഞ ഞായറാഴ്ച ഇതെടുത്ത് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും പറയാം, ആത്മനിയോഗം എന്നാന്നൂടെ പറയുന്നത്. ഇതൊരു 100 പ്രാവശ്യം കേൾക്കുമ്പോഴെങ്കിലും ദൈവമക്കളെ ഇതൊന്ന് മനസ്സിലാക്കിയെടുത്ത് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കാല് പിടിച്ചപേക്ഷിക്കും. ഈ സത്യം ഉള്ളിലോട്ട് കയറിയില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോവും. എങ്ങനെ തെറ്റിപ്പോവും? മനുഷ്യരുടെ ചതിയാലും ഉപദേശിച്ചാലും തെറ്റിച്ചുകളെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തൊക്കൊണ്ട് ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുള്ള ശിശുക്കളായി പോകും. ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞുള്ള ശിശുക്കളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. ഇന്ന് ഊതിയിടുക, ഉന്തിയിടുക, കുരപ്പിക്കുക, ചിരിപ്പിക്കുക, ഛർദ്ദിപ്പിക്കുക, തുള്ളിപ്പിക്കുക, ഈ വക കൊളരായ്മ മുഴുവൻ അലഞ്ഞൊഴുന്ന ശിശുക്കളാണ് ചെയ്യുന്നത്. ദൈവവചനം വായിച്ചു പഠിച്ച ആരും അത് ചെയ്യത്തില്ല. ഇത് ബാലിശമാണ്, ഇത് പൈശാചികമാണ്. അലഞ്ഞുഴലുന്ന ശിശുക്കൾ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരുത്തൻ അലഞ്ഞുഴലുന്നു എന്ന് പറഞ്ഞു. ആരെക്കുറിച്ചാ പറഞ്ഞേ? കായീനെ കുറിച്ച് പറഞ്ഞു. നീ ഉഴലുന്നവനാകുന്നു. പെന്തക്കോസ്തുകാരെ, അപ്പോസ്തലന്മാരുടെ പ്രമാണം, ഉപദേശം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾ അലനുഴലുന്നവരുടെ കൂട്ടത്തിൽ, കായീൻ്റെ കൂട്ടത്തിൽ, ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളായിപ്പോകും. ഞാൻ വളരെ ശാന്തമായി കൃത്യമായി ദൂത് വിളിച്ച് പറയുക. ഞങ്ങളിനോട് അറിയിച്ച വിധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിന് ദൂതനായിട്ട് നിങ്ങളുടെ സുവിശേഷം അറിയിച്ച അവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ മുൻ പറഞ്ഞ പോലെ പിന്നെയും പറയുന്നു, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന സുവിശേഷ സത്യങ്ങൾക്കെതിരായി പ്രസംഗിക്കുകയും ആ രീതിയിൽ ജനത്തെ നടത്തുകയും ചെയ്താൽ നടത്തുന്നവനും നടക്കുന്നവനെല്ലാം ശാപഗ്രസ്തമായി. ഇത് നന്നായിട്ട് മനസ്സിലാകും. ഗലാത്യർ 1:6 മുതൽ 9 വരെയുള്ള വാക്യം കാണാപ്പാടമായി പഠിച്ച് അതനുസരിച്ച് ജീവിച്ചോണം. അല്ലെങ്കിൽ അലന്നുടലുന്ന ശിശുക്കളാണ്. ഒരു ശിശു എന്തൊക്കെ ചെയ്യും? പറ. ഒരു ശിശു ഇവിടെ ഉണ്ടല്ലോ, എന്തൊക്കെ ചെയ്യുന്നുണ്ടോ പറ. ചുവട് മുഴുവൻ വരച്ചിടും, വെള്ളം കോരിക്കളയും, അത് ചെയ്യും. ഇത് പണി ഉണ്ടാക്കി വയ്ക്കുക. എത്ര പണിതാലും പിന്നെയും ഇതേ ഇരിക്കും. ഈർക്കിലെടുത്ത് അടിക്കുന്നു, എത്ര അടിച്ചാലും ചെയ്യും. ശിശുവാ, പഠിച്ചു വരണം. 1 കൊരിന്ത്യർ 13:11
ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ. പുരുഷനായ ശേഷം ഞാൻ ശിശുവിനുള്ളത്. അപ്പോൾ പുരുഷനാകണമെങ്കിൽ എന്ത് ചെയ്യണം? വളർച്ച ഉണ്ടാകണം. വളർച്ചയില്ലെങ്കിൽ എന്ത് പറ്റും? ശൈശവസ്ഥയിൽ കിടക്കും. 83, 80 വിശ്വാസികൾ വയസ്സുള്ള പ്രായമുള്ള അപ്പച്ചന്മാർ പോലും ആത്മീയ ശൈശവസ്ഥയിൽ കിടക്കുന്ന എനിക്ക് ഇഷ്ടം പോലെ അറിയാം. ഞങ്ങൾക്കൊരു ചെറിയാച്ചൻ അറിയാം, ഇവിടെയുണ്ട്, ആത്മീയ ശിശുവാ. വയസ്സ് 85, 90 പറഞ്ഞാൽ, 100 പറഞ്ഞാലും ആത്മീയ. കാരണം എന്താ? ഉപദേശം പഠിപ്പിച്ചില്ല. നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ആരെങ്കിലും സുവിശേഷം ശ്രമിക്കപ്പെടാം. ഉപദേശം പഠിപ്പിക്കണ്ടേ? ഉപദേശം പഠിച്ചു, നിങ്ങളെ പഠിപ്പിച്ചു. റോമാലേഖനം 6-ാം അധ്യായത്തിലെ പ്രയോഗമാണ് നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം. റോമർ 6:16 നിങ്ങൾ പഠിച്ച ഉപദേശ രൂപം. അപ്പോസ്തലന്മാർ സഭയെ ഉപദേശം പഠിപ്പിച്ചു, സഭ അത് പഠിച്ചു. ഇന്ന് സങ്കീർത്തനം പഠിപ്പിക്കുന്നു, സങ്കീർത്തനം പഠിക്കുന്നു. കോടതിയും കേസും വഴക്കും അടിയും ബഹളവും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോവുക. കാര്യങ്ങളുടെ പൊരുൾ ഇനിയെങ്കിലും വൈകിയ വേളയിൽ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നാം മനുഷ്യരുടെ ചെറിയാലും ഉപരിതലം തെറ്റിച്ചാൽ കൂടി പോകാൻ തൊക്കണം. ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനും അലിഞ്ഞ ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാനിടയാകും. ദൈവമാക്കി വെച്ച ശുശ്രൂഷവൃന്ദങ്ങളുടെ ഉപദേശം കേട്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരും എന്നിട്ടാണ് പറയുന്നത്, ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോരോ അംഗത്തിന് അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവരിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. തലയായ ക്രിസ്തുവിൽ നിന്ന് വളർച്ച പ്രാപിച്ച് ശരീരമാംസങ്ങളുടെ അവയവങ്ങൾ ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നവർക്കാണ് ദൈവരാജ്യം. അല്ലാത്തവർക്കൊന്നും ദൈവരാജ്യമില്ല. വേഗത്തിൽ മുമ്പോട്ട് പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളിലൂടെ സഭയെ ഉപദേശിച്ച് നടത്തണം. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളവൻ്റെ മനുഷ്യാത്മാവല്ലാതെ ആരറിയും? അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മനുഷ്യൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, ലോകത്തിൻ്റെ ആത്മാവ്. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. മനുഷ്യൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, ലോകത്തിൻ്റെ ആത്മാവ്, ഇത് മൂന്നും ഉണ്ട്. നമ്മൾ ഏത് ആത്മാവാണ് പ്രാപിച്ചത്? മനുഷ്യാത്മാവുള്ളവൻ മനുഷ്യൻ്റെ ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം, സ്തോത്രം. എന്നാൽ ദൈവാത്മാവുള്ളവൻ എന്താ ചെയ്യുന്നത്? പറ. ദൈവത്തിലുള്ളത്, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നത് ദൈവാത്മാവുള്ളവർ കിട്ടും, ദൈവാത്മാവില്ലാത്തവർ കിട്ടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, സ്തോത്രം. ഈ ആത്മീയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാകാതിരിക്കരുത്. താവേ സ്തോത്രം, 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 സ്തോത്രം. നമ്മളത് മനസ്സിലാക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ആത്മീയ യാഥാർത്ഥ്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയും മനുഷ്യാത്മാവിൻ്റെ പ്രവൃത്തിയും സാത്താൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയും നല്ല ശക്തിയോടെ നടന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കി ദൈവാത്മാവിന് വിധേയപ്പെട്ട് സ്തോത്രം നമ്മൾ മുൻപോട്ട് പോയില്ലെങ്കിൽ എന്താ പറ്റും? ദൈവാത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ച് പോകാൻ കഴിയാതെ നമ്മൾ ജഡത്തിലായി പോകും. ജഡത്തിൽ. മനസ്സിലായോ? ഇത് വളരെ സീരിയസ് ആയിട്ടൊരു മാറ്ററായി പറയുന്നേ. ഇന്ന് പലരും ജഡത്തിലാണ് ജീവിക്കുന്നത്. ആത്മാവിനെ പ്രാപിച്ച ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളിലൂടെ നമ്മൾ നടക്കണം. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ലെന്ന് റോമർ 8:1 എഴുതി വെച്ചിരിക്കുന്നത് പോലും അറിഞ്ഞുകൂടാത്ത വിശ്വാസികൾ ലോകത്ത് കിടക്കുക. ക്രിസ്തുവേശുവിൽ വിശ്വസിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ശിക്ഷാവിധിയില്ല. ക്രിസ്തുവേശുവിൽ വിശ്വസിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ എന്തില്ല? ശിക്ഷാവിധിയില്ല. അപ്പം ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ലോകത്തിൻ്റെ ആത്മാവുണ്ട്, പിശാചിൻ്റെ ആത്മാവുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇവിടെ ഇതാ പറയുന്നേ, മനുഷ്യനുള്ളത് അവല്ലേ മനുഷ്യാത്മാവല്ലാതെ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെയാണ് പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു.
എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് പോഷത്വമാകുന്നു. ആത്മീയമായത് അവന് വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുകയില്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. ഹല്ലേലൂയ. താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാർ, അവനെ ഗ്രഹിപ്പിക്കുന്നവനാർ. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ സ്വഭാവം ഇത് പ്രാപിച്ചെടുക്കാതെ നമുക്ക് നിത്യത പ്രാപിക്കാൻ കഴിയില്ല പ്രിയമുള്ളവരെ. 1 പത്രോസ് 2 അധ്യായത്തിൻ്റെ 4 ക്രിസ്തുവിൻ്റെ സ്വഭാവം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ഭാവം 1 പത്രോസ് 2:5 മനസ്സിലായോ? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി. 1 കൊരിന്ത്യർ 2:16 നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. നേരത്തെ പറഞ്ഞ തെറ്റിപ്പോയി. ഫിലിപ്പിയ ലേഖനം 2:5 ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരുന്നു. 2 പത്രോസ് 1:4 ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം, ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ് ഇത് പ്രാപിക്കാതെ സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണാൻ ആർക്കും പറ്റത്തില്ല. അതാണ് അപ്പോസ്തല ഉപദേശം. മനസ്സിലാക്കുക ദൈവമക്കളെ, ശക്തമായിട്ട് മനസ്സിലാക്കുക. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുക. സമയം ഏകദേശം കഴിഞ്ഞുപോയി. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ലോകത്തിൻ്റെ ആത്മാവുണ്ട് ഇവിടെ. മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ്, മനുഷ്യൻ്റെ ആത്മാവ്, ലോകത്തിൻ്റെ ആത്മാവ്. ലോകത്തിൻ്റെ ആത്മാവ് എന്നുള്ളത് സാത്താൻ്റെ ആത്മാവായിട്ട് വരും. മനുഷ്യൻ്റെ ആത്മാവ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു മനുഷ്യാത്മാവ് നമ്മളിലുണ്ട്. ആ മനുഷ്യാത്മാവിൽ വന്ന് വസിക്കുന്ന ദൈവാത്മാവ് വസിക്കുന്നത്, അതാണ് ദൈവാത്മാവ് വസിക്കുന്ന മനുഷ്യൻ. ദൈവാത്മാവ് വസിക്കുന്ന തിമോത്തിയോസിനാണ് പൗലോസ് വിളിച്ചത്. എന്താ വിളിച്ചത്? നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. ഹല്ലേലൂയ. ദൈവമക്കളെ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. സ്തോത്രം, 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 സ്തോത്രം. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആത്മീയ അന്തരീക്ഷത്തെ കെടുത്തിക്കളയുന്ന പോരാട്ടങ്ങൾ ഉണ്ടാകരുത് നമ്മുടെ. ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ലോകത്തിൻ്റെ ആത്മാവുണ്ട്, പിന്നെ മനുഷ്യാത്മാവുണ്ട്. തിരിച്ചറിയണം നമ്മൾ. ആത്മീകനുണ്ട്, ജഡികനുണ്ട്, പ്രാകൃത മനുഷ്യനുണ്ട്. ആത്മീകൻ ആരാ? ദൈവാത്മാവ് നടത്തപ്പെടുന്നവൻ. ജഡികൻ ആരാ? രക്ഷിക്കപ്പെട്ടെങ്കിലും ശൈശവാവസ്ഥയിൽ കിടന്ന് വളർച്ച പ്രാപിക്കാതിരിക്കുന്ന ജഡികൻ. 1 കൊരിന്ത്യർ 3 അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകരോടെന്ന പോലെയല്ല, ജഡികന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ ഒത്തിരി സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആത്മീയ വളർച്ച പ്രാപിക്കാതിരിക്കുന്നവരാരാ? ജഡികന്മാരാ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാരാ? ആത്മീകന്മാരാ. പ്രാകൃതന്മാരാരാ? ലോകമനുഷ്യരായിട്ട് ജീവിക്കും. പ്രാകൃത മനുഷ്യൻ, രക്ഷിക്കപ്പെടാത്തവൻ, ആ പ്രാന്ത് പിടിച്ച് നടക്കുന്നവൻ. പ്രാകൃത മനുഷ്യൻ, ആത്മീക മനുഷ്യൻ, ജഡിക മനുഷ്യൻ. ഈ തിരിച്ചറിയണം. ഇതാ പറയാനുള്ള സമയം എൻ്റെ മുൻപിലില്ല, സമയം തീർന്നു ഏകദേശം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കണം. അതിനെന്ത് ചെയ്യണം? ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളിലൂടെ പ്രസംഗിച്ച് ആത്മീകന്മാർക്ക് ആത്മീയമായി തെളിയിച്ചു കൊടുക്കണം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഈ ഉപദേശം പ്രാകൃത മനുഷ്യൻ കൈക്കൊള്ളില്ല. ജഡികൻ കൈക്കൊണ്ടാലും അത് അനുസരിക്കില്ല. അവൻ ജഡികനാ. ആത്മീയ വളർച്ചയില്ല. ഇന്ന് പെന്തക്കോസ്ത് സ്കൂളത്തിൽ കിടക്കുന്ന വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും ജഡികന്മാരാണ്. കാരണം എന്താ? ആത്മീയ വളർച്ചയില്ല. ഞാനതിന് പറഞ്ഞു, ഈ കുഞ്ഞ് പെറ്റി വീണപ്പോൾ കിടന്ന പോലെയാണ് ഇപ്പോൾ. വളർച്ച പ്രാപിച്ചില്ല. എന്തെല്ലാം പറയുന്നു, എന്തെല്ലാം ചെയ്യുന്നു. അവന് ജഡികമായ ഒരു വളർച്ചയുണ്ട്. ഫിസിക്കലി, ശാരീരികമായ ഒരു വളർച്ച കിട്ടി. അതുപോലെ ആത്മീകമായി ഉപദേശം പഠിച്ചനുസരിച്ച് ജീവിച്ച് ഒരാത്മീക വളർച്ച ഒരു വിശ്വാസിക്കുണ്ട്. അതിന് അങ്ങനെ വളർത്താനും ഉപദേശിക്കാനും പെന്തക്കോസ്ത് സ്കൂളത്തിൽ ഉപദേശിമാരില്ല.
ചെറിയൊരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. എനിക്കറിയാം, അവിടെ കിടപ്പുണ്ട്, ബാംഗ്ലൂരിൽ എല്ലായിടത്തും ഒക്കെ ഉണ്ട്. ചെറിയൊരു ഗ്രൂപ്പേ ഉള്ളൂ. അതുകൊണ്ട് വലിയ അപകടം നിറഞ്ഞൊരവസ്ഥയാണ് ഈ പഠനം. നമ്മൾ ദൈവാത്മാവിൽ നിറഞ്ഞ് ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായി തീരണം. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ശുശ്രൂഷകന്മാരുടെ ഉപദേശം കേൾക്കണം. ഇന്ന് പലരും സാത്താൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് ഈ ദുരുപദേശങ്ങൾ മുഴുവൻ കുമിളുപോലെ മുളച്ചു വരുന്നത്. അപകടമാണ്. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ആത്മീക ശുശ്രൂഷകന്മാരുടെ ഉപദേശം കേട്ട് വളർന്നില്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യം പ്രാപിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവാത്മാവുള്ളവനുണ്ട്, മനുഷ്യാത്മാവുള്ളവനുമുണ്ട്, ലോകത്തിൻ്റെ ആത്മാവുള്ളവനുമുണ്ട്, പിശാചിൻ്റെ ആത്മാവിനുള്ളവനുമുണ്ട്, പ്രാകൃത മനുഷ്യനുണ്ട്, ആത്മീകനുണ്ട്, ജഡീകനുണ്ട്. ഇത് തിരിച്ചറിയണം. ദൈവമക്കൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടം പതിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വചന പഠനം നമുക്ക് ഏറ്റവും അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. വിശദമായി ഇതിനെക്കുറിച്ച് പിന്നെയും നമ്മൾ പഠിക്കും. അതുകൊണ്ട് തൽക്കാലം ഈ വചനം ഇന്നത്തെ വചനശുശ്രൂഷയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് സ്തോത്രം ദൈവസന്നിധിയിലായിരിക്കുന്നു. ഈ വചനത്തിന് മുമ്പാകെ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം. എല്ലാവരും സ്തോത്രം ചെയ്യും. പിതാവേ സ്തോത്രം, 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 ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. പ്രാർത്ഥിച്ചു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ സ്തോത്രം, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയമായ മർമ്മം ദൈവദാസിൽ കൂടി പരിശുദ്ധാത്മ വെളിപ്പെടുത്തിനാൾ സ്തോത്രം. ഈ വചനം കേട്ടനുസരിച്ച് കർത്താവിന്റെ വരവിൽ ഒരുക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങൾ കൂടിയ അനുഭവമുള്ള ഈ കൂട്ടായ്മ ഇത്തരം വചനങ്ങൾ ദൈവം ഞങ്ങൾക്ക് പകർന്നതിനായി സ്തോത്രം. കേട്ട എല്ലാവർക്കും ഈ കാലഘട്ടം ദൈവദാസിൽ ഉപയോഗിക്കുന്ന പരിശുദ്ധാത്മാവിൽ കൂടി ഈ വചനങ്ങൾ അനേകം മക്കളെ ഹൃദയങ്ങളിൽ പതിയണമെന്ന് ആത്മീയ സന്തോഷത്താൽ നിറച്ചനായി സ്തോത്രം. കൂടിയ ദൈവസ്നേഹത്താൽ സ്തോത്രം ചെയ്യുന്നു. ആകെ കർത്താവ് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ കൂട്ടായ്മ നടക്കുവാൻ അവരിൽ വേണ്ടി നീ ആത്മീയവർത്തനത്താലും ഉപദേശത്തോളം കർത്താവ് വിശ്വാസത്തോടെ സ്തോത്രം കവിഞ്ഞിരിക്കുവാനുള്ള കൂട്ടായ്മ അനുഗ്രഹമായി നന്ദി പറയുന്നു. പ്രാർത്ഥിച്ചില്ല വിഷയങ്ങൾക്കായി സ്തോത്രം. ഇടയിൽക്കായി ജീവൻ നൽകിയ യേശു കർത്താവിനെ ആമേൻ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, സ്തോത്രം.